ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം, സ്വന്തം വീട് പോലെ കണ്ടാ മതിയേട്ടാ ഇവിടെ. വാലിജി ഒന്ന് ചായ കുടി. 3-4 ദിവസത്തെ കല്യാണത്തിന് തിരക്കാരന ഇതുവരെയായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. അതിന് നമ്മൾ വല്ലതും പറഞ്ഞാ കൊള്ളാം. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത് അല്ലേ? ഞാനേ അതിയാന് ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം, മക്കളെ എടുത്തു കൂടി കേട്ടാ. ഞാനേ ആദ്യമേ കുറച്ച് ടിപ്സ് തരാം. എന്ന് വെച്ചാൽ നീ ഈ മരുമകൾ സ്ഥാനത്തേക്ക് ഫ്രഷർ ആയത് കൊണ്ടും എനിക്ക് 3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഇപ്പം ഇവിടെ കണ്ട നാടകം വിശ്വസിക്കണ്ട. സ്വന്തം വീടായിട്ട് കാണാൻ പറയും, കാണരുത്. പോക പോക സ്വന്തം വീടെല്ലാം തോന്നും. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ? അമ്മ നല്ല സ്നേഹത്തോടല്ലേ പെരുമാറുന്ന? നിനക്കിപ്പോൾ തോന്നും ലോകത്ത് ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മയെന്ന് വേറെ കാണൂല എന്ന്. ഈ രസീല ഒരു ഡയലോഗുണ്ട്, എൻ്റെ 2 കൃഷ്ണമണി കണക്കാണ് എൻ്റെ മക്കളെയും മരുമക്കളെയും ഞാൻ കാണണമെന്ന്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷ്ണമണിക്ക് എപ്പോഴും കാഴ്ചക്കുറവായിരിക്കും. ഇടി പൊട്ടി മക്കളെന്ന് മക്കളും മരുമക്കളെന്ന് മരുമക്കളും ആയിരിക്കും. നീ ഇപ്പൊ നോക്കിയോ, ഞാൻ ഇപ്പൊ പറഞ്ഞ സെയിം ഡയലോഗ് ആയിട്ട് ആൾ വരും. ഇതുവരെ കഴിച്ചില്ലേ? കഴിക്കണേന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയത്. ഇവിടെ ഒരു വേർതിരിവില്ല, നിന്റെ സ്വന്തം വീടായിട്ട് കണ്ടാ മതി. ഇനി ഇവിടെ മക്കള് മരുമക്കളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു വേർതിരിവില്ല. രണ്ടുപേരെ ഞാൻ എന്റെ സ്വന്തം കണ്ടിലെ കൃഷ്ണമണി പോലെയാണ് നോക്കണത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവളടുത്ത് ചോദിച്ചു നോക്ക്. എന്റെ മൂത്ത മരുമോളല്ലേ അവളെ ഞാൻ എങ്ങനെയാണ് ഇവിടെ കാണേണ്ടതെന്ന് ചോദിച്ചു നോക്കിയാണ്.